ആര് സുഹൃതം ചെയ്യുന്നോ, ആര് സൽക്കർമ്മം ചെയ്യുന്നോ, അത് അവനുള്ളത് തന്നെയാണ്, അതിന്റെ പ്രതിഫലം അവന് തന്നെയാണ്. ആരല്ലാഹുവിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാതെ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ, അവന് തന്നെയാണ് അതിന്റെ തിക്തഫലമുള്ളത്. ഇവിടെ നിസ്കാരം എല്ലാവരും അങ്ങ് തുടങ്ങാൻ തീരുമാനിച്ചു. കാസർഗോഡ് ജില്ലയിലെ സകല ആളുകളും നിസ്കാരം തുടങ്ങി. കേരളത്തിലെ മുഴുവൻ ആളുകളും നിസ്കരിച്ചു. ഇന്ത്യയിലെ മുഴുവൻ ആളുകളും നിസ്കാരം തുടങ്ങി, നോമ്പ് പിടിക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, ഒരൊറ്റ ആള് പോലും അല്ലാഹുക്ക് സുജൂദ് ചെയ്യാത്തവരില്ല. പാർലമെന്റിൽ പ്രത്യേകമായ പ്രയർ ഹാള് നിർമ്മിച്ചു. നിയമസഭയിൽ പ്രത്യേകമായ മസ്ജിദ് ഉണ്ടാക്കി. എല്ലാവരും മുസ്ലിമീങ്ങളായി. ആരും അല്ലാഹുവിന് സുജൂദ് ചെയ്യാത്തവർ ഈ കേരളത്തിലില്ല, ഇന്ത്യയിലില്ല. എല്ലാ ആളുകളും മോമിനീങ്ങളായി എന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. എന്റെ പടച്ച തമ്പുരാൻ എന്തെങ്കിലും പദവി ഉയർന്നു വരുവോ? ഇല്ലല്ലോ. ഇനി നേരെ മറിച്ച് ഇവിടെ ഉള്ള ജനങ്ങൾ മുഴുവനും അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കാൻ തുടങ്ങി. അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്ന ഒരാൾ ലോകത്തില്ലാതെയായി. ഈ ലോകത്ത് ഒരൊറ്റ ആള് പോലും സുജൂദ് ചെയ്യുന്നവരില്ല, അല്ലാഹുവിനെ അനുസരിക്കുന്നവരില്ല. എന്റെ പടച്ചവന് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് കോട്ടമുണ്ടോ? എന്റെ റബ്ബിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ല. നിസ്കരിക്കാൻ നിനക്ക് കൊള്ളാം, നിസ്കരിച്ചില്ലെങ്കിലും നിനക്ക് കൊള്ളാം. നിസ്കരിച്ചാൽ നിനക്ക് കൊള്ളാം, നിസ്കരിച്ചില്ലെങ്കിൽ നാളെ നിനക്ക് കൊള്ളാം. അത് തന്നെ. നോമ്പ് പിടിച്ചാൽ നിനക്ക് കൊള്ളാം, നോമ്പ് പിടിച്ചില്ലെങ്കിൽ നാളെ നിനക്ക് കൊള്ളാം. അവിടെ പോകുമ്പോ നമ്മൾ എന്ത് നന്മ ചെയ്യുമോ നമുക്കാണ്. നീ ഇപ്പൊ എല്ലാരും കൂടെ നമസ്കാരത്തിന്റെ ബാങ്ക് വിളി കേട്ട ഉടനെ എല്ലാരും കൈ ഉയർത്തി പറയാറുണ്ട്, അല്ലാഹുമ്മ ആതിഹിൽ വസീല വൽ ഫളീല വദ്ദറജത റഫീഅ വബഅത്ഹു മഖാമൻ മഹ്മൂദ അല്ലദീ വഅത്ത വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമ. എല്ലാരും ഇങ്ങനെ കൈമുത്തുമ്പോ ചില ആളുകൾക്ക് ഒരു വിചാരമുണ്ട്, ഓ, കുന്നും കയ്യിലിരുന്നുകൊണ്ട് ഞാനിത് ചൊല്ലിയത് കൊണ്ടാണ് എന്റെ റസൂലിന് വസീല കിട്ടി, ഫളീല കിട്ടി, ദറജത്തുർ റഫീഅ കിട്ടി, മഖാമും മഹ്മൂദ് കിട്ടി. പോടാ പോട്ടാ, നീ ഇത് ചൊല്ലിയില്ലെങ്കിലും അഷ്റഫുൽ ഖൽക്കിന് വസീല കിട്ടി. നീ ഇത് ചൊല്ലിയില്ലെങ്കിലും അള്ളാന്റെ മുത്തിന് ഫളീല കൊടുത്തു കഴിഞ്ഞു. നമ്മളിത് ചൊല്ലിയില്ലെങ്കിലും പൊന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മഖാമും മഹ്മൂദ് കിട്ടി, ദറജത്തുർ റഫീഅ കിട്ടി. പിന്നെ ഇതൊക്കെ ചെല്ലാൻ പറഞ്ഞത് എന്തിനാ? നിനക്ക് വേണ്ടിയിട്ട്. ചില ഉസ്താദുമാര് പറയൂലേ, സലാത്തൊന്നും കിട്ടുന്നില്ല. നമ്മൾ സ്വലാത്തങ്ങ് ചെല്ലിയെന്ന് വെച്ചിട്ട് മുത്തുനബിക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ചൊല്ലിയില്ല എന്ന് കരുതിയിട്ട് നബി തങ്ങൾക്ക് സ്ഥാനമാനങ്ങൾക്ക് ഒരു കുറവും വരാൻ പോകുന്നില്ല. നമ്മൾ ദിക്ർ ചൊല്ലിയില്ല എന്ന് കരുതിയിട്ട് അള്ളാഹ്ക്ക് ഒന്നും പറ്റാൻ പോകുന്നില്ല. നമ്മൾ ദിക്ർ ചൊല്ലി എന്ന് കരുതിയിട്ട് പടച്ചവനൊന്നും കിട്ടാനും പോകുന്നില്ല. ഇതെല്ലാം നമുക്കാ സഹോദരങ്ങളെ. ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞേ? അസ്സലാത്തു ബുർഹാൻ. 5 നേരം നിസ്കരിച്ചിട്ട് നമ്മൾ കരുതുന്നത് എന്താ? ഓ, നമ്മൾ നിസ്കരിച്ചതോടുകൂടി പടച്ചവൻ എന്തോ കിട്ടിയെന്നാണ്. അല്ല, അസ്സലാത്തു ബുർഹാൻ. നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് നിനക്ക് ദലീലാണ്. നിനക്ക് നാളെ സ്വർഗത്തിലോട്ട് കയറാനുള്ള ഒരു അടയാളം, ഒരു ഐഡന്റിറ്റി, ഒരു പാസ്. ഈ പാസ് ഉണ്ടെങ്കിൽ നിന്നെ സ്വർഗത്തിലോട്ട് കയറ്റോളൂ. അപ്പൊ നിസ്കാരം കൊണ്ട് ആർക്കാ? നിനക്കാണ് ഗുണം, നിനക്കാണ് ഗുണം. വസ്സൗമു ജുന്നത്തുൻ. നോമ്പെന്ന് പറയുന്നത് പട്ടിണി കിടക്കുന്നത് കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നാൽ അത് പടച്ചവനൊന്നും കിട്ടുന്നതല്ല. പിന്നെയോ അത് ജുന്നാ, അത് നരകത്തിൽ നിന്ന് നിന്നെ കാത്തുരക്ഷിക്കുന്ന കോട്ടയാ. ദുനിയാവിലെ പാപത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്ന വലിയ തിരശീലയാണ്. നീ ബക്കറ്റിൽ എന്തെങ്കിലും ഇട്ടാൽ, നീ പാവപ്പെട്ടവൻ എന്തെങ്കിലും സഹായം കൊടുത്താൽ, നീ കാണിക്കപ്പെട്ടിയിൽ എന്തെങ്കിലും നീ സംഭാവന ഇട്ടാൽ, നീ ഏതെങ്കിലും ഒരാൾക്ക് പാവപ്പെട്ടവന് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വല്ലതും കൊടുത്താൽ, പൊരമേഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും സാമ്പത്തിക സഹായം നൽകിയാൽ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവന് ഒരു ജോഡി ഡ്രസ് നീ എടുത്തു കൊടുത്താൽ, വിശപ്പിന്റെ വിളിയാളം മൂലം മരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായവന് ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ തുക കൊടുക്കുമ്പോൾ
പൊന്നുമോനെ തുത്ഫിഉൽ ഖതീആ, നിന്റെ പാപങ്ങളെ മുഴുവൻ അത് കെടുത്തി കളയുകയാണ്. എല്ലാ പാപങ്ങളെയും അത് കരിച്ചു കളയുകയാണ്. നിന്റെ പാപങ്ങളെ അല്ലാഹു നിർവീര്യമാക്കി കളയുകയാണ്. സഹോദരങ്ങളെ, വീണ്ടും റസൂലുള്ള പറഞ്ഞല്ലോ, ഒരു അൽഹംദുലില്ലാ ചൊല്ലിയ അല്ലാഹുക്ക് എന്ത് കിട്ടാനാ? നമ്മൾ ചൊല്ലുന്ന അൽഹംദുലില്ലാ കൊണ്ട് പടച്ചവനൊന്നും കിട്ടാനില്ല. അൽഹംദുലില്ലാ തംലഉൽ മീസാൻ, നന്മ തിന്മ തൂക്കുന്ന മീസാൻ എന്ന തുലാസില്ലേ, നാളെ പരലോകത്തൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ തോന്നിയാസങ്ങളും തൂക്കുന്നു. എല്ലാ സന്യാസങ്ങളെയും അല്ല തൂക്കി നോക്കുമ്പോ സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ തോന്നിയാസത്തെക്കാൾ സന്യാസത്തിനാണ് കൂടുതൽ സ്ഥാനമെങ്കിൽ അവന് രക്ഷപ്പെട്ടു. അതല്ല, സന്യാസത്തെക്കാൾ തോന്നിയാസമാണ് കൂടുതലുള്ളതെങ്കിലോ അവന് പരാജയപ്പെട്ടു. ഈ നന്മ തിന്മ അളന്ന് തൂക്കി നോക്കുന്ന മീസാനില് നിന്റെ അൽഹംദുലില്ലാ ഭാരമാ. അൽഹംദുലില്ലാ തംലഉൽ മീസാൻ, മീസാൻ എന്ന തുലാസിൽ ഭാരം തൂങ്ങുന്നതാണ് അൽഹംദുലില്ലാ. എന്നിട്ട് വീണ്ടും റസൂലുള്ള പറയുന്നു, വസ്സബ്റു ളിയാ, ഏത് പരീക്ഷണം വന്നാലും ക്ഷമയോടെ നേരിടുമ്പോ, അല്ലാഹുവിന്റെ കഠിന പരീക്ഷണങ്ങൾ നിന്നെ തേടിയെത്തുമ്പോ, ആ പരീക്ഷണങ്ങളെ നീ ക്ഷമിക്കുമ്പോൾ അത് ളിയാ, നാളെ നിനക്ക് പരലോകത്തിന്റെ പടുംകുഴിയില്, പരലോകത്തെ ഭീകരമായ ഇരുൾമുറ്റുന്ന അവസ്ഥയില് നിനക്ക് പ്രകാശത്തിന്റെ പ്രോജ്വലതയാണ്. വൽ ഖുർആന ഹുജ്ജത്തുൽ ലക ഔ അലൈക, പരിശുദ്ധ ഖുർആൻ ഓതലും പഠിക്കലും പാരായണം ചെയ്യലും അമൽ ചെയ്യലും നാളെ അനുകൂലമായോ പ്രതികൂലമായോ നിന്റെ പരലോകത്ത് നിനക്ക് സാക്ഷിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് രണ്ടാമത്തെ 9-ൽ രണ്ടാമത്തെ പ്രമേയം ഏതാണ്? അല്ലാഹ് പറയുന്നു, മൻ അമില സാലിഹൻ ഫലിനഫ്സിഹി വമൻ അസാഅ ഫഅലൈഹാ, ആര് സുകൃതം ചെയ്യുന്നുവോ അവന് തന്നെയാണ് അതിന്റെ നേട്ടം. വമൻ അസാഅ ഫഅലൈഹാ, ആര് അമൽ ചെയ്തില്ലയോ കോട്ടം അവന് തന്നെയാണ്. അതുകൊണ്ട് നല്ലത് ചെയ്താൽ നമുക്ക് കൊള്ളാം. സഹോദരങ്ങളെ, ഇതൊന്നും അള്ളാഹ്ക്ക് ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സകല യതീംഖാനെ അടച്ചിട്ടു, സകല ബനാത്തുകളും അടച്ചിട്ടു, സകല മദ്രസകളും പൂട്ടി, സകല പള്ളികൾക്കും താഴിട്ടു, എന്തിനേറെ ഹറമുകൾ പൂട്ടി, അല്ലേ? കോവിഡ് സമയത്ത് അള്ളാഹ്ക്ക് എന്ത് സംഭവിച്ചു? അള്ളാഹ്ക്ക് എന്ത് സംഭവിച്ചു? സംഭവിച്ചതൊക്കെ നമുക്കാ. എന്താ നമുക്കാ സംഭവിച്ചത്? നമുക്കാണ് സംഭവിച്ചത്. എന്ത് സംഭവിച്ചു? ഭൗതികമായി നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. പഴയതുപോലെ പൈസ പള്ളിക്ക് വരുന്നില്ല, വീട്ടിൽ പൈസ ഇല്ല, ആകെ സാമ്പത്തിക പ്രതിസന്ധി. പിന്നെ ആത്മീയമായിട്ടാണെങ്കിൽ കൊടിമരങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതല്ലാതെ വേറെ എന്തെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗുണം നമുക്കല്ലാതെ, നമുക്ക് നഷ്ടങ്ങളല്ലാതെ, അല്ലെങ്കിൽ ആ നഷ്ടം നമുക്ക് മാത്രമാണെന്നിരിക്കവേ പടച്ചവന് എന്തെങ്കിലും ഒരു നഷ്ടമുണ്ടോ? ഇതുകൊണ്ടൊന്നും ഒരു നട്ടമില്ല. അല്ലാഹു ഗനിയാണ്, അവൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. മദ്രസ നമുക്കാണ്, ദർസ് നമുക്കാണ്, സംഘടനകൾ നമുക്കാണ്, നിസ്കാരം നമുക്കാണ്, പള്ളി നമുക്കാണ്. അള്ളാഹ്ക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് നന്മ ചെയ്താൽ നമുക്കത് കിട്ടും, തിന്മയാണെങ്കിൽ നമുക്ക് എതിരായിട്ട് ഭവിക്കും. അതുകൊണ്ട് രണ്ടാമത്തെ പ്രമേയം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ അമല് ചെയ്യുക. അതെല്ലാം നമുക്ക് അള്ളാഹു തരും, അതെല്ലാം നമുക്ക് തരും. അള്ളാഹു അമല് ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറ്റുന്ന അമലുകളൊക്കെ കിട്ടിയ ഒരവസരവും നഷ്ടപ്പെടുത്തരുത്, ഒരവസരവും നഷ്ടപ്പെടുത്തരുത്. ഒരു വാക്ക് ചിലപ്പോൾ വലിയ പവറായിരിക്കും. ഒരു വാക്ക്, നമ്മളൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ, നമ്മളുടെ ഒരു ഫോൺ കോൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സൈൻ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സിഗ്നേച്ചർ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സാന്നിധ്യം കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു കടം മാറിയാൽ, അയാൾക്ക് എന്തെങ്കിലും ഒരു വലിയ സൗഭാഗ്യം കിട്ടിയാൽ, അയാൾക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് മാറിയാൽ, നമുക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം ചില്ലറയല്ല, ചെറുതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, എപ്പോഴും നമ്മൾ പ്രവർത്തനക്ഷമതയുള്ളവരായി, ചാലക ശക്തിയുള്ളവരായി, എപ്പോഴും എണ്ണയിട്ട യന്ത്രം പോലെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ ഇബാദത്ത് കൊണ്ട് എങ്ങനെയാ 5 നേരം ആകെ 24 മണിക്കൂർ 24 മിനിറ്റ് നിസ്കാരം, വർഷത്തിൽ ഒരൊറ്റ മാസം നോമ്പ്, ആയുസിൽ ഒറ്റവട്ട ഹജ്ജും ഉംറയും, പിന്നെന്താ സക്കാത്ത് 2.5% ഉണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ. ഇതല്ലാതെ പിന്നെന്താ ഇസ്ലാമിലുള്ളത്? ബാക്കി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അമലുകളെന്ന് പറഞ്ഞേ? ബാക്കി ഏത് അമല നിർബന്ധമായി അള്ളാഹു നമ്മോട് പറഞ്ഞത്? 5 നേരത്തെ നിസ്കാരം, ദിവസത്തിൽ 24 മിനിറ്റ്.
പിന്നെന്താ നമുക്കുള്ളത്? അതുകൊണ്ടാണ് എപ്പോഴും ഒരു മുഅ്മിൻ അമല് ചെയ്യുന്നവനാകണമെന്ന് പറയുമ്പോൾ ഒരു സഹോദരനെ കാണുമ്പോൾ അവന്റെ മുഖത്ത് നോക്കി കിട്ടുന്ന പുഞ്ചിരി, ആ പുഞ്ചിരി സ്വതക്കയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അവന്റെ കൈകൾ ചേർത്ത് പിടിച്ചിട്ട് മുസാഫഹത്ത് ചെയ്യുമ്പോൾ 20 വിരലിനിടയിലൂടെ പാപത്തിന്റെ കറകൾ താഴേക്ക് വീഴുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ കൈ പിടിക്കാൻ വൈമനസ്യം കാണിച്ച ഒരു സമൂഹത്തെ അല്ലാഹു തആല കൊടുത്ത ശിക്ഷ എന്താണെന്നറിയോ? വമൻ അസ്സഅ ഫഅലൈഹ എന്ന് പറഞ്ഞാൽ അവസാനം കയ്യിലൊന്ന് പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആരും കൈ തരാറില്ല. തന്നാൽ തന്നെ ഉടനെ സാനിറ്റൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു, ഇല്ലേ? മുഖത്ത് പുഞ്ചിരി നോക്കിയിട്ട് പുഞ്ചിരിക്കാൻ രാഷ്ട്രീയ സംഘടന, വൈവിധ്യ, വൈചാത്യ, വൈഷമ്യ, വൈമനസ്യ, വൈക്ലഭ്യങ്ങളുടെ പേരിൽ ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ നമുക്ക് മടി വന്നപ്പോൾ അല്ലാഹു തആല ചിരിക്കണമെന്ന് കൊതി വന്നപ്പോഴേക്കും മൂക്കും ചുണ്ടും വായയും മൂടിക്കെട്ടി അല്ലാഹു തആല മാസ്ക് വെച്ച് പിടിപ്പിച്ചു നമ്മുടെ മുഖത്ത്, അല്ലേ? ഇമാമ് പറഞ്ഞു ഇസ്തവു വസ്തഖീമു വഅ്തദിലു സദ്ദുൽ ഖലൽ ആണ്. പിന്നീട് പള്ളിക്കകത്ത് നമ്മൾ കലണ്ടറിന്റെ അക്കങ്ങൾ വെട്ടി ഒട്ടിക്കാൻ തുടങ്ങി. 1 അവിടെ, 2 ഇവിടെ, 3 അവിടെ, 4 അവിടെ. ആകെ വിശാലമായ 10, 4000, 5000 സ്ക്വയർ ഫീറ്റ് പള്ളിയുടെ അകത്ത പള്ളിയിൽ ആകെ നിൽക്കുന്നത് 6 പേരായി. കാരണം എന്ത്? അകലം പാലിക്കാൻ അല്ലാഹു തആല പരീക്ഷണങ്ങളിലൂടെ നമ്മെ അടിച്ചമർത്തി, അടിച്ചേൽപ്പിച്ച് അല്ലാഹു തആല പരീക്ഷിച്ചു. ഇതാണ് നമ്മൾ നല്ലത് ചെയ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി മൂന്നാമതായിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയോ? സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു പറയുകയാണ്, വമൻ യശ്കുറു ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. സഹോദരങ്ങളെ, ആരൊരാള് നന്ദി ചെയ്യുന്നുവോ, ആരൊരാള് നന്ദി കേട് കാണിക്കാതെ നന്ദിയുള്ളവനാകുന്നുവോ, അവന് തന്നെയാണ് നന്ദി ചെയ്യുന്നത്. ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് വെള്ളം കുടിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ ഇത് പടച്ചവൻ എന്തെങ്കിലും കിട്ടുന്നതല്ല, മറിച്ച് എനിക്കാണ് അതിന്റെ ഗുണം കിട്ടുക. ഒരാൾ എനിക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ അയാൾക്ക് മുഖത്ത് നോക്കിയിട്ട് ജസാക്കല്ലാഹ്, അല്ലാഹ് നിങ്ങൾക്ക് പകരം തരട്ടെ, അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിൽ ഒരു വാക്കുകൊണ്ടോ ഒരു ഇടപെടൽ കൊണ്ടോ നന്ദി കാണിക്കുമ്പോ അതുകൊണ്ടുള്ള ഗുണം എനിക്ക് തന്നെയാണ്, പടച്ചവൻ അതുകൊണ്ടൊന്നും കിട്ടാനില്ല. സഹോദരങ്ങളെ, നമ്മൾ ശുക്ർ ചെയ്യുന്നവരായാൽ, നന്ദിയുള്ളവരായാൽ, അവന് നന്ദി കാണിക്കുന്നത് അവന് തന്നെയാണ്. ആര് നന്ദി കേട് കാണിച്ചാലും അല്ലാഹ് അതൊരു പ്രശ്നമല്ല. അല്ലാഹു അനുഗ്രഹീതനായ സ്തുത്യർഹനായ ഗനിയാണ്. അവൻ ഇതിന്റെ ആവശ്യമില്ല, അവൻ നിരാശ്രയനാണ്. സഹോദരങ്ങളെ, അവന് സമ്പന്നനാണ്, അവന് നമ്മുടെ നന്ദിയുടെ വാക്കുകളുടെ ആവശ്യമില്ലത്രേ. ഇവിടെ നിങ്ങൾ അടിവരയിട്ട് കേൾക്കണേ സഹോദരങ്ങളെ, അല്ലാഹുവിന് ശുക്റുള്ളവരായി നമ്മൾ മാറിയാൽ, അല്ലാഹ്ക്ക് നന്ദി കാണിക്കുന്നവരായാൽ അതിന്റെ തിക്തഫലം നമുക്ക് തന്നെയാണെന്ന് ഖുർആൻ പറഞ്ഞിട്ട് നന്ദി കേട് കാണിക്കുന്നതിനെ പറ്റി പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടോ? വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. ഒരു മനുഷ്യനും നന്ദി കെട്ടവനെന്ന് പറയാൻ വേണ്ടി അല്ലാഹു പറഞ്ഞ വാക്കേതാണ്? അത് കഫറ എന്ന വാക്കാണ്. ഞാൻ അൽഹംദുലില്ലാഹ് എന്നൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പറയൽ ശുക്റാണ്. ഞാനത് പറയാതിരുന്നാൽ അതിന്റെ പേര് കുഫർ എന്നാണ്. ഒരു അല്പം ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് ഞാൻ പറയുന്നത് ശുക്റാണ്, അത് പറയാതിരിക്കുന്നത് കുഫറാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. മരിച്ചു കിടത്തിയിട്ട് എന്നെ എഴുന്നേൽപ്പിച്ചിരുത്തിയ അല്ലാഹ്, നിനക്ക് സർവസ്തുതി എന്ന് പറയുമ്പോൾ അതിന്റെ പേര് ശുക്ർ എന്നാണ്. അത് പറയാതെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുന്ന എന്റെ പേര് കുഫർ എന്നാണ്. സഹോദരങ്ങളെ, തീരുന്നില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് തിരിച്ചു വീട്ടിൽ അപകടങ്ങളില്ലാതെ തിരിച്ചെത്തും
എത്തുമ്പോൾ ഞാൻ പറയണം ആയിബൂന തായിബൂന ആബിദൂന ലിറബ്ബിനാ ഹാമിദൂൻ. ഇത് പറയുന്നതിന്റെ പേര് ശുക്ർ എന്നാണ്. ഇത് പറയാതെ ഓടിച്ചാടി വീട്ടിലേക്ക് കയറിയിട്ടും മതിമറന്ന് ജീവിക്കുമ്പോ അതിന്റെ പേര് കുഫർ എന്നാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് തന്നിരിക്കട്ടെ, അതിന്റെ പേരിൽ ഒന്ന് ദുആ ചെയ്യാനോ ഒരു നന്ദി വാക്ക് പറയാനോ അല്ലെങ്കിൽ മുഖത്ത് നോക്കിയിട്ടൊന്ന് ചിരിക്കാനോ നമുക്ക് കഴിഞ്ഞാൽ അതിന്റെ പേര് ശുക്ർ എന്നാണ്. ആ മനുഷ്യനോടുള്ള നന്ദിയാണ്. നേരെ മറിച്ച് അവനിൽ നിന്ന് എന്തെങ്കിലും തിന്നിട്ട് അവനെതിരെ തിരിഞ്ഞു കൊത്തുമ്പോ ഉണ്ട ചോരന് നന്ദിയില്ലാത്തവരെന്ന് പറയുമ്പോ സഹോദരങ്ങളെ അതിന്റെ പേര് കുഫർ എന്നാണ്. അതിന്റെ പേര് കുഫർ എന്നാണ്. ചോറ് വിളമ്പിക്കൊണ്ട് തന്ന ഭാര്യ എന്ത് കഷ്ടപ്പെട്ടിട്ടാ അവൾ ഇതുണ്ടാക്കിയത്. അരിയായി നീ കൊണ്ട് കൊടുത്തതിനെ കഴുകി വൃത്തിയാക്കി പാത്രത്തിൽ വെച്ച് തിളപ്പിച്ച് ചോറാക്കി നിന്റെ മുന്നിലേക്ക് വിളമ്പി വെച്ചു. ഇത്രയും ചെയ്തു തന്ന ആ ഭാര്യയോട് ഒരു നന്ദി വാക്ക് പറയാത്ത നീ എങ്ങനെ പടച്ചവനോട് നന്ദി കാണിക്കുമെന്നാണ്. ആ അരി നിന്റെ വീട്ടിലേക്ക് കൊണ്ടുതന്ന കഷ്ടപ്പെട്ട നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് നീ നന്ദികേട് കാണിക്കുന്നവളായാൽ, കൺകണ്ട ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്ന നീ കാണാത്ത ദൈവത്തെ എങ്ങനെയാണ് നന്ദിയുള്ളവളാവുക? ഇല്ല, ഇല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരു സഹായം ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, ഒരു തുള്ളി വെള്ളമെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവരോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, അവരോട് നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്. അത് ശുക്രിന്റെ ഭാഗമാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് തന്നെയാണ് ശുക്ർ ചെയ്താലുള്ള പ്രതിഫലം. ഇല്ലെങ്കിൽ എന്ന് പറയാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞ വാക്ക് കുഫർ എന്ന വാക്കാ. അതിന്റെ ഗൗരവം അപ്പോഴും തന്നെ മനസ്സിലായില്ലേ? നമസ്കാരം എന്ന് പറയുന്ന ഒരു നിഅമത്ത് അല്ല, ഒരു ഇബാദത്ത് നമ്മൾ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിന് ശുക്രല്ല. അത് അള്ളാഹുവിന് ശുക്രല്ല. ഒരു മനുഷ്യന് അല്ലാഹു തആല ആരോഗ്യമെന്ന നിഅമത്ത് തരുമ്പോൾ ആ ആരോഗ്യമെന്ന നിഅമത്തിന് ശുക്രായി നമ്മൾ ചെയ്യേണ്ടത് ഒരു നമസ്കാരം മാത്രമല്ല, ഒരു നമസ്കാരം മാത്രമല്ല, ഒരു നോമ്പ് മാത്രമല്ല. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരത്തിന്റെ സമയത്ത് മാത്രമല്ല അള്ളാഹു നമുക്ക് ആരോഗ്യം തരുന്നത്, എല്ലാ സമയങ്ങളിലും അള്ളാഹു ആരോഗ്യം തരുന്നുണ്ട്. മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം നടന്നു വരികയാണ്. ആ സന്ദർഭത്തിൽ ഒരു മനുഷ്യന് തലയിൽ ഇങ്ങനെ വെച്ച് കെട്ടിയിരിക്കുകയാണ്. ഇവിടെ എന്തിനാ തലയിൽ വെച്ച് കെട്ടുക? ഈ തലയിൽ ഇങ്ങനെ ഒരു തുണി ഇടാറുണ്ട്. തുണി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന മുണ്ടിനെയാ അല്ലേ? ഒരു ചെറിയ തുണി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരല്പ തുണി ഈ നെറ്റിയിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നു ആ മനുഷ്യൻ. എന്തിനാ അങ്ങനെ ഇടുന്നത്? ചോദിച്ചു സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു, എന്തു പറ്റി മോനെ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, തലവേദന സഹിക്കാൻ പറ്റുന്നില്ല, കഠിനമായ തലവേദന കാരണം ഞാൻ തുണി നനച്ചിട്ട് നെറ്റിയിലിട്ടതാണ് എന്ന് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ സുഫിയാനു സൗരി തങ്ങൾ ചോദിച്ചൊരു ചോദ്യം എന്താണെന്നറിയോ? നമ്മളൊക്കെ ഒരല്പസമയം ഇതൊക്കെ ഒന്ന് കേൾക്കാൻ അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ചിന്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ നിനക്ക് എത്ര വയസ്സായി? അവൻ പറഞ്ഞു 30 വയസ്സുണ്ട് എനിക്ക്. ഈ 30 വയസ്സിനിടയിൽ 30 വർഷത്തിനിടയിൽ നിനക്ക് അള്ളാഹു എന്തെങ്കിലും ഒരു അസുഖം തന്നോ? ഇല്ല. ഒരു അപകടം നിനക്ക് തന്നോ? ഇല്ല. ഈ 30 വർഷവും നിനക്കൊരു അപകടവും അസുഖവും തന്നിട്ടില്ല എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നീ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല. ഇപ്പോൾ നിനക്കൊരു ചെറിയ തലവേദന അല്ല തന്നപ്പോൾ ലോകരെ മുഴുവനും കാണിക്കാൻ വേണ്ടിയിട്ട് നെറ്റിയിൽ തുണിയും വെള്ളത്തിൽ മുക്കി ഇട്ടുകൊണ്ട് നടക്കുന്ന നീ അള്ളാഹു ഒരു ചെറിയ പരീക്ഷണം തന്നപ്പോൾ എന്നെ അള്ളാഹ് പരീക്ഷിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയാണോ മോനെ എന്ന് തസവ്വുഫിന്റെ ആത്മസംസ്കരണത്തിന്റെ ഭാഷയിൽ സുഫിയാനു സൗരി റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് ചോദിക്കുമ്പോൾ നെറ്റിയിൽ നിന്ന് പറിച്ചെടുത്ത് കളഞ്ഞു, നെറ്റിയിൽ നിന്ന് വലിച്ചെടുത്ത് ദൂരേക്ക് എറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബിനോട് ഞാൻ എത്രമാത്രം നന്ദി കാണിക്കേണ്ടവനാണ്. അള്ളാഹു ഒരു രോഗവും നമുക്ക് തന്നില്ല. എന്ത് രോഗമാണ് നമുക്കുള്ളത്? എന്തെങ്കിലും അസുഖം അള്ളാഹു നമുക്ക് തന്നാൽ അതിന്റെ 100 ഇരട്ടി അസുഖമുള്ളവർ വേറെ ഉണ്ടാവും. നമുക്ക് അല്ലാഹു ഒരു ചെറിയ തലവേദന തന്നാൽ തല മുഴുവനും ട്യൂമർ ബാധിച്ച ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്.
ഒരു വയറുവേദന തന്നാൽ വയറിനകത്ത് കുടലിൽ പുണ്ണു ബാധിച്ചിട്ട് ക്യാൻസർ ബാധിച്ചിട്ട് അൾസർ ബാധിച്ച ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. കാലിൽ ഒരു ചെറിയ വേദന വരുമ്പോൾ കാല് നഷ്ടപ്പെട്ടു പോയ 10,000 നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെയൊക്കെ തട്ടിച്ചു നോക്കുമ്പോ നമുക്ക് എന്ത് അസുഖമാ ഉള്ളത് സഹോദരങ്ങളെ? ഒന്നുമില്ല, ഒരസുഖം ഇല്ല. എന്നിട്ട് ഇപ്പോഴും നമ്മൾ പറയാ അല്ല നമുക്കൊന്നും തന്നിട്ടില്ല. ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് സന്ധികൾ മയപ്പെടുത്തി നല്ല നന്നായിട്ട് കൈകാലുകൾ നിവർത്താനും വളയ്ക്കാനും ചവിട്ടാനും ഇരിക്കാനും നിൽക്കാനും ഒക്കെയുള്ള കഴിവ് അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്ര നന്ദി കാണിച്ചു, എത്ര നന്ദി കാണിച്ചു. നീ നന്ദി കാണിച്ചാൽ നിനക്കാണ് അതിന്റെ ഗുണം എന്ന് അല്ലാഹു പറഞ്ഞത് വെറുതെ അല്ല. എന്താ കാര്യം എന്നറിയോ? മറ്റൊരായത്തിൽ അതിന് അല്ലാഹു വ്യക്തമാക്കി. അതിന്റെ ബയാൻ മറ്റൊരായത്തിലായിരുന്നു. നീ എനിക്ക് നന്ദി കാണിച്ചാൽ നിനക്കാണ് അതിന്റെ ഗുണമെന്ന് പറയുന്നത് അല്ലാഹു മറ്റൊരായത്തിലൂടെയാണ്. എന്താണ് അതിന്റെ ഗുണം? ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. സൂറത്തുൽ ഇബ്രാഹിമിലൂടെ പടച്ചതമ്പുരാൻ പരിചയപ്പെടുത്തുകയാണ്. ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് നിശ്ചയമായും വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരാമെന്ന് സത്യം ചെയ്തത് 2 അക്ഷരങ്ങൾ കൊണ്ടാണ്. ഒന്ന് ആദ്യത്തെ ലാ എന്ന അക്ഷരം, പിന്നീട് അവസാനം ഒരു നൂന് കൂടി അധികം കൊടുത്തിട്ടില്ല. അസീദന്നകും, നിശ്ചയം നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരാമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. 10,000 രൂപ ഭർത്താവിന് കിട്ടിയാൽ അൽഹംദുലില്ലാ പറഞ്ഞാൽ മാത്രം പോരാ. അതിൽ നിന്ന് പാവപ്പെട്ടവൻ എന്തെങ്കിലും ഒരു ചെറിയ ഓഹരി കൊടുത്താൽ അല്ലാഹു പറയുന്നു അത് നിനക്ക് തന്നെയാണ് ഗുണം. എന്ത് ഗുണം? ഇനിയും നിനക്ക് ഞാൻ തരും, ഇനിയും നിനക്ക് ഞാനത് തരും. എന്തെങ്കിലും ഒരു ലാഭം നിന്റെ ഭർത്താവിന് കച്ചവടത്തിൽ കിട്ടി, താനും തന്റെ പെണ്ടാട്ടിയും തന്റെ തട്ടാനും എന്ന തത്വം വേറെ ആർക്കും അതിൽ നിന്നൊരു വിഹിതമില്ല. ആ രീതിയിൽ നീ കെട്ടിപ്പോട്ടി വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് നിനക്ക് തന്നെയാണ് അതിന്റെ കോട്ടം. എന്ത് കോട്ടം? ഇനി അല്ലാഹു നിന്റെ കയ്യിൽ തരൂല, ഇനി നിന്റെ കയ്യിൽ അല്ലാഹു തരില്ല. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ. അതുകൊണ്ട് മൂന്നാമത്തെ പ്രമേയം അവിടെയാണ്. വമയഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. നന്ദിയുള്ളവരാകണം സഹോദരങ്ങളെ. ആ നന്ദി കാണിച്ചുകൊണ്ട് അല്ലാഹുവിനോട് വിധേയപ്പെട്ട അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്നതാണ്. ഇനി നാലാമതായിട്ട് അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? നാലാമതായിട്ട് അല്ലാഹു പറയുന്നു 9-ൽ 4-ാമത്തെ പ്രമേയമേതാണ്? അവനവന് തന്നെയാണ് അവൻ ചെയ്യുന്നതെന്ന് പറയാൻ അല്ലാഹു പറഞ്ഞത്. വമൻ തസക്കാ പരിചയപ്പെടുത്തുകയാണ്. വമൻ തസക്കാ, ആര് ആത്മപരിശുദ്ധി നേടിയോ, ആര് വിശുദ്ധരായോ, ആര് വിശുദ്ധി നേടിയോ, ഫഇന്നമായ തസക്കാലി നഫ്സിഹി, അതിന്റെ തിക്തഫലം അവന് തന്നെയാണ്, അതിന്റെ ഗുണം അവന് തന്നെയാണ്, അതിന്റെ നേട്ടം അവന് തന്നെയാണ്. ആരാണോ വിശുദ്ധനായത് അതിന്റെ നേട്ടം അവന് തന്നെയാണ് കിട്ടുന്നത്, അതിന്റെ നേട്ടം അവന് തന്നെയാണ് കിട്ടുക. സഹോദരങ്ങളെ, വിശുദ്ധരാകാൻ വേണ്ടിയാണ് പടച്ചവൻ നമ്മളെ ഈ ലോകത്തേക്ക് അയച്ചത്. എങ്ങനെയെങ്കിലും ഇബാദത്തെടുക്കാൻ വേണ്ടിയല്ല, നമ്മൾ പരിശുദ്ധമായ ഇബാദത്തെടുക്കാനാണ്. വിശുദ്ധമായ ശരീരം, വിശുദ്ധമായ മനസ്സ്, വിശുദ്ധിയുള്ള ജീവിതം, വിശുദ്ധമായ ആ പ്രവർത്തനങ്ങൾ, ഇതിനാണ് പടച്ചവൻ നമ്മളെ ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളതെങ്കിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന അവന്റെ വിശുദ്ധി, ആത്മവിശുദ്ധി, അവന്റെ പരിശുദ്ധി, അതെല്ലാം അവന് തന്നെയാണ് പടച്ചതമ്പുരാൻ അതിന്റെ പ്രതിഫലം കൊടുക്കുന്നത്. അറിയുമോ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു? ആരായിരുന്നു അംർ ബിൻ ആസ് എന്നറിയോ? സഹോദരങ്ങളെ, മഹാനവറുകളുടെ ഖബർ ഞാൻ കണ്ടവനാണ്. പരിശുദ്ധമായ ഈജിപ്തിന്റെ മോചകനായ, ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തിന്റെ വിമോചകനായ മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു. ഇന്നും അംർ ബിൻ ആസ്
തങ്ങളുടെ ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു വല്ലാത്ത പരിമളം പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഞാൻ എന്റെ നാസ്വാദ്വാരത്തിലൂടെ അനുഭവിച്ചറിഞ്ഞവരാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഒരവസരത്തിൽ പൊട്ടി പൊട്ടി കരയുകയാ. തന്റെ പൊന്നുമോൻ അംർ ഇബ്നുൽ ആസിന്റെ അടുക്കലേക്ക് വന്നു. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങള് തന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, വാപ്പാ എന്തിനാണ് കരയുന്നത്? ഉപ്പാ എന്താ നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങളോട് അംർ ഇബ്നുൽ ആസ് എന്ന ഉപ്പ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോനെ, എന്റെ ജീവിതത്തിലെ വാപ്പാടെ ജീവിതത്തിലെ 3 ഘട്ടങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടം ഈ വാപ്പ കാഫിറായിരുന്നതാണ്. ഈ വാപ്പ മുസ്ലിമായിരുന്നില്ല. ഈ വാപ്പ 33 കോടി ദൈവങ്ങളെ പൂജിച്ച് നടന്ന ബഹുദൈവ വിശ്വാസിയായിരുന്നു. കല്ലുകളുടെ മുമ്പിൽ കഥകൾ പറഞ്ഞിരുന്ന, വിഗ്രഹങ്ങളുടെ മുമ്പിൽ വിങ്ങിപ്പൊട്ടിയിരുന്ന ഉപ്പയായിരുന്നു ഞാന്. ആ സമയത്ത് ഞാൻ മരിച്ചെങ്കിലോ അല്ലാഹു എന്നെ നരകത്തിലിടൂലേ? അല്ലാഹു എന്നെ നരകത്തിലല്ലേ വലിച്ചെറിയുക? പിന്നീട് വാപ്പാക്ക് രണ്ടാമതൊരു ഘട്ടം വന്നു. മോനെ, ഈ ഉപ്പാക്ക് രണ്ടാമതൊരു ഘട്ടം വന്നു. ആ ഘട്ടം ഉപ്പ അള്ളാന്റെ ഹബീബിന്റെ കൈ പിടിച്ചു ബൈഅത്ത് ചെയ്തതാണ്. അള്ളാന്റെ മുത്തിന്റെ കൈ പിടിച്ചിട്ട് ബൈഅത്ത് ചെയ്തു. മോനെ, ആ സമയത്ത് ഞാൻ മരിച്ചെങ്കിലോ എന്റെ റസൂൽ എനിക്ക് ഇമാമത്ത് നിൽക്കുമായിരുന്നല്ലോ. എല്ലാവരും പറയും അംർ ഇബ്നുൽ ആസ് ജയിച്ചു, അവനെ രക്ഷപ്പെട്ടു എന്ന്. കാരണം എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ എന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ വരുമായിരുന്നല്ലോ. അതിന് കഴിഞ്ഞില്ല മോനെ. പിന്നീട് പല പല മേഖലകളിലൂടെ ഈ വാപ്പ നടന്നു പോയി. മോനെ, ആ സമയത്ത് വാപ്പയുടെ ജീവിതത്തിൽ എന്തെങ്കിലും അശുദ്ധി വന്നു പോയോ? ഈ വാപ്പാടെ ജീവിതത്തിൽ വിശുദ്ധമല്ലാത്തത് എന്തെങ്കിലും വന്നു പോയോ? ആ ഒരു പേടിയാണ് വാപ്പയെ കരയിപ്പിച്ചതെന്ന് സയ്യിദുനാ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന് മുമ്പ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മകനോട് പറയുമ്പോ, എന്നെ കേൾക്കുന്ന കുന്നും കയ്യിലെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പിതാവേ, അല്ലാഹു നമ്മളെ ഈ ലോകത്തെ കേൾക്കുമ്പോ കാട്ടിലും മേട്ടിലും എവിടെയും നമ്മൾ സഞ്ചരിക്കുന്നവരാ, കല്ലിലും മുള്ളിലും നമ്മൾ സഞ്ചരിക്കുന്നവരാ, എവിടെയും നമ്മൾ പോകുന്നവരാ. ഏതെങ്കിലും ഒരു സമയത്ത് വിശുദ്ധമല്ലാത്ത പ്രവർത്തനം നമ്മളിൽ നിന്ന് വന്നുപോയാൽ എങ്ങനെയാണ്? ആര് വിശുദ്ധനായോ, ആര് പരിശുദ്ധ ജീവിതം നയിച്ചോ, അവന് തന്നെയാണ് ആ പരിശുദ്ധിയുടെ പ്രതിഫലം കിട്ടുക. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ബിൻ അബ്ദുൽ അസീസിനെ അറിയാത്തവരെ കാണില്ലല്ലോ. രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, മഹാനവറുകൾ മരിക്കുന്ന നേരത്ത് തന്റെ പൊന്നുമക്കളെ വിളിച്ചു, എന്റെ മക്കളെ, നിങ്ങളുടെ മുന്നിൽ 2 വഴിയേ ഉള്ളൂ. നിങ്ങളുടെ മുന്നിൽ 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങളെ പണക്കാരാക്കിയിട്ട് വാപ്പ നരകത്തിൽ പോകാം, അല്ലെങ്കിൽ നിങ്ങളെ ദരിദ്രരാക്കിയിട്ട് വാപ്പ സ്വർഗത്തിൽ പോകാം. ഏതാ നിങ്ങൾക്ക് വേണ്ടത്? ആരാ ചോദിക്കുന്നത്? ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ആരാ? ഉമർ ബിൻ അബ്ദുൽ അസീസ് രണ്ടാം ഉമർ എന്ന് പറയുന്നത് ആരാണ്? ആരുടെ കഥയാ പറയുന്നത്? സഹോദരങ്ങളെ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങളുമായിട്ടുള്ള ബന്ധം ഏതാണെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഇങ്ങനെ വീടുകളുടെ ഇടയിലൂടെ നടക്കുകയാണ്. എന്തിന്? വോട്ട് പിടിക്കാനല്ല, കഞ്ചാവ് വാറ്റാനല്ല, ചാരായം വാറ്റാനല്ല, കഞ്ചാവ് വിൽക്കാനല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രജകളുടെ ക്ഷേമാന്വേഷണങ്ങൾക്ക് വേണ്ടി നടക്കുമ്പോൾ ഒരു വീട്ടിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ആ വീട്ടിലെ ശബ്ദം കേൾക്കാൻ വേണ്ടി കാത് കൂർപ്പിച്ചു നിന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 2 പെണ്ണുങ്ങളുടെ സംസാരമാണ്. ആ വീട്ടിൽ 2 സ്ത്രീകളെ ഉള്ളൂ. ഒന്ന് ഉമ്മയാണ്, ഒന്ന് മകളാണ്. മകന് വേറെയില്ല, വാപ്പമ്മക്ക് ഭർത്താവായി അല്ലെങ്കിൽ വാപ്പയായി ആരുമില്ല. 2 സ്ത്രീകൾ ഇങ്ങനെ സംസാരിക്കുന്നു. മകളോട് ഉമ്മ പറയുന്നു, മോളെ, പെട്ടെന്ന് എഴുന്നേൽക്ക്, നേരം പുലരുന്നതിന് മുമ്പ് നമുക്ക് പാലിൽ വെള്ളം ചേർക്കണം. ആളുകൾ പാല് വാങ്ങാൻ വരുന്നതിന് മുമ്പ് വെള്ളം ചേർക്കണം.
ഉമർ ഉണർന്നാൽ പറ്റില്ല. ആ സമയത്ത് മകള് പറയുന്നു, ഉമ്മ, ഉമർ അറിഞ്ഞാൽ പ്രശ്നമല്ലേ? ആ ഉമ്മ പറയുന്നു, അതല്ലേ നിന്നോട് പറഞ്ഞത് ഉമർ വരുന്നതിന് മുമ്പ് ചെയ്യാൻ. ഉമർ എങ്ങനാണ് മോളെ അറിയുന്നത് ഈ രാത്രി? ആ സമയത്ത് മകള് പറഞ്ഞു, ഉമ്മ, ഉമർ അറിയില്ല, പക്ഷേ ഉമറിന്റെ റബ്ബറിയൂലേ, ഉമറിന്റെ റബ്ബറിയൂലേ, ഉമറിനെയും നമ്മളെയും സൃഷ്ടിച്ച അല്ലാഹു കാണുന്നില്ലേ ഉമ്മ? ആ വീട് പോയിന്റ് ചെയ്തിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നീട് അന്വേഷണം നടത്തിയിട്ട് ആ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ മകളെ എൻ്റെ മകന് കല്യാണം കഴിച്ചു കൊടുക്കുമോ? ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമായ ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും രണ്ട് ഭൗതിക സാമ്രാജ്യത്തിന്റെയും അധിപനായി വാണരുളുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ പാൽക്കാരി പെണ്ണിന്റെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മകളെ എൻ്റെ മകന് കെട്ടിച്ചു കൊടുക്കുവോ? നിങ്ങളെന്താ അമീറുൽ മുഅ്മിനീൻ ഈ പറയുന്നത്? വേറെ ചോദ്യങ്ങളൊന്നുമില്ല, ഉമറിന്റെ കൽപ്പനയാണ്, നിങ്ങളുടെ മകളെ എൻ്റെ മകന് കെട്ടിച്ചു കൊടുക്കണം. അങ്ങനെ കല്യാണം നടന്നു. എന്നോ പാല് വിറ്റ് നടന്നിട്ട് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായതല്ല, പ്രധാനമന്ത്രി ആയതിനു ശേഷം പാൽക്കാരിയുടെ മകളെ കെട്ടിച്ചു കൊടുത്ത കഥയായി പറയുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ കെട്ടി ആ പ്രിയപ്പെട്ട മകളെ. ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരു മകളാണ് പിറന്നത്, പേര് ഫാത്തിമ. ആ ഫാത്തിമ വലുതായി. ആ ഫാത്തിമയെ കല്യാണം കഴിപ്പിച്ചയച്ചു. ആ ഫാത്തിമയെ കല്യാണം കഴിപ്പിച്ചയച്ചപ്പോൾ ആ ഫാത്തിമയ്ക്ക് ഒരു ആൺകുട്ടി പിറന്നു. ആ മകനാണ് സയ്യിദുനാ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്. ഉമർ തങ്ങളുടെ മകൻ പാൽക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ചതിലുണ്ടായ പെൺകുട്ടിയുടെ മകനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന ഉമർ രണ്ടാമൻ. ചരിത്രത്തിൽ കാണാം. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനാണ് വീടിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പ്രായം ചെന്ന ഒരു വൃദ്ധയായ പെണ്ണ് വരുമ്പോൾ ഉമറിന്റെ വീട് ഏതെന്ന് ചോദിച്ചപ്പോൾ ഈ വീടാണ് ഉമറിന്റേതെന്ന് പറഞ്ഞപ്പോൾ, റബ്ബേ, ഇതുപോലൊരു വീട് ഈ നാട്ടിലില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ പ്രായമായ സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഒരു കുലമുന്തിരിക്ക് വേണ്ടി കാത്തിരുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആ ഒരു കുലം മുന്തിരി വാങ്ങണം, കഴിക്കണമെന്ന ആഗ്രഹമുണ്ടായപ്പോൾ, അങ്ങീ രാജ്യത്തിന്റെ ഭരണാധികാരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു കൊലം മുന്തിരി വാങ്ങി കഴിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല എന്ന് പറഞ്ഞ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ദിവസം കുറച്ച് ഭക്ഷണം, മധുരമുള്ള ഹൽവ, പലഹാരം, മാധുര്യമുള്ള എന്തോ ഒരു സാധനം കൊണ്ടുവന്ന് ഭർത്താവിന് കൊടുത്തു. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾക്ക് കൊടുത്തു. ഉമർ ബിൻ അബ്ദുൽ അസീസ് ചോദിച്ചു, ഇതെവിടെന്നാണ്, ഇതെങ്ങനെ നിനക്ക് വാങ്ങാൻ കഴിഞ്ഞു? ഭാര്യ പറഞ്ഞു, നിങ്ങൾ ചെലവിന് തരുന്നതിൽ നിന്ന് ഞാൻ മിച്ചം പിടിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മധുരം ഞാൻ വാങ്ങി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, അപ്പൊ ഞാൻ നിനക്ക് തരുന്നതിൽ നിനക്ക് മിച്ചം പിടിക്കാൻ പറ്റുമല്ലേ? എന്നാൽ നാളെ മുതൽ തരുന്ന അളവിൽ കുറച്ചേ നിനക്ക് തരൂ എന്ന് പറഞ്ഞ ഉമർ ബിൻ അബ്ദുൽ അസീസ് അധികാരത്തിന്റെ സുന്ദരമായ ആ ചെങ്കൊടി, ആ ചെങ്കോല്, ആ അധികാരം തന്റെ കയ്യിലുണ്ടായിരുന്നപ്പോൾ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്ക്, നിനക്കിനി ഞാൻ ചെലവ് ചുരുക്കിയേ തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഏത് ഭരണാധികാരികളാണെങ്കിലും അഴിമതിയുടെ കണക്കിൽ എല്ലാ ആളുകളും ചക്കരക്കുടത്തിൽ കൈയിട്ടത് അവസ്ഥയല്ലേ? ആലോചിച്ചു നോക്കൂ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ വിശുദ്ധി അവിടെയാണ്. മരിക്കാൻ നേരത്തൊന്നും ഉണ്ടാക്കിയില്ല. തന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, 2 ഓപ്ഷനാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്, രണ്ട് രീതിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് വാപ്പാക്ക് നരകം വാങ്ങി തന്നിട്ട് സമ്പന്നരാകാ, അതല്ലെങ്കിൽ വാപ്പാക്ക് സ്വർഗം തന്നിട്ട് ദരിദ്രരാകാ. ഒരു വിശുദ്ധി സഹോദരങ്ങളെ ആരുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ അത് അവർക്ക് തന്നെ ഉള്ളതാണ്. അത് അവർക്കായിട്ട് തന്നെ പടച്ചതമ്പുരാൻ കൊടുക്കുന്നു അതിന്റെ പ്രതിഫലം. അല്ലാതെ ഒരു കാരണവശാലും ആ വിശുദ്ധമായ ജീവിതം നയിച്ചു എന്നതിന്റെ പേരിൽ അവർക്ക് ഒരു സ്ഥലത്തും പരാജയപ്പെടേണ്ടി വരില്ല, ഒരു സ്ഥലത്തും അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല, ഒരു സ്ഥലത്തും അവർ അപകടത്തിൽപ്പെടുകയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനു വേണ്ടി തന്റെ ജീവിതത്തെ വിശുദ്ധമാക്കിയ ഒരാളെയും അല്ലാഹു തആല പാഴാക്കിയിട്ടില്ല, പാഴാക്കൂല. പൂർവ്വസൂരികളുടെ കഥ അതാ പറയുന്നത്. ജീവിതത്തിൽ ഇത്രയും വിശുദ്ധിയുള്ള ഒരു സമൂഹം
അള്ളാഹുവിന്റെ വിശ്വാസികളായ മുഅ്മിനീങ്ങളായ ഈ ജനതയല്ലാതെ ലോകത്ത് വേറെ ആരാ ഉള്ളത്? നമ്മൾ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുമ്പോ നമ്മുടെ ശരീരം ശുദ്ധിയാകണം, നമ്മുടെ വസ്ത്രം ശുദ്ധിയാകണം, നിസ്കരിക്കുന്ന പ്ലേസ് ശുദ്ധിയാകണം. ഇല്ലെങ്കിൽ നമസ്കാരം ഒരിക്കലും സാധുവല്ല. ആലോചിച്ച് നോക്കിയേ, ശരീരത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ശുദ്ധിയുടെ കുറവുണ്ടായി, ഒതുവെടുത്തില്ല, അല്ലെങ്കിൽ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായില്ല. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നിസ്കരിക്കുകയാണ്, പുതിയ പുത്തം പള്ളിയിലാണ് നിസ്കരിക്കുന്നത്, കാര്യമില്ല. നിന്റെ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ട. ശ്രദ്ധിച്ചു നോക്ക്, ഉണർന്നിരുന്ന് കേക്ക്. നല്ല കുളിച്ച് റാഹത്തായി ജനാപത്തിൽ നിന്നും ശുദ്ധിയായി, വലിയ ചെറിയ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയായി ഒരാളെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോൾ അവന്റെ തുണിയിലെങ്ങാനും അവന്റെ കുപ്പായത്തിലെങ്ങാനും കുറച്ച് നജസിരുന്നാൽ ആ നജസും വഹിച്ചുകൊണ്ട് അവന്റെ നമസ്കാരത്തിന് കബൂലിയത്തില്ല. അള്ളാഹ്ക്ക് വേണ്ടത് ഇനി അവന്റെ ശരീരം ശുദ്ധിയായതുപോലെ ഫ്രഷ് ഡ്രസ്സും ഇട്ടുകൊണ്ട് അവന് ഒരു സ്ഥലത്തേക്ക് നിസ്കരിക്കാൻ വേണ്ടി വന്നു. ആ സ്ഥലം പിടിച്ചു പറിച്ച സ്ഥലമാണ്, ആ സ്ഥലം പിടിച്ചു പറിച്ച സ്ഥലമാണ് എങ്കിൽ അവന്റെ നമസ്കാരത്തിന് അള്ളാഹു പ്രതിഫലം കൊടുക്കില്ല. ഇതല്ലേ നിയമം? അപ്പോ എത്ര വിശുദ്ധമാണ് നമ്മുടെ ആരാധനകൾ, എത്ര വിശുദ്ധമാണ് നമ്മുടെ ഇബാദത്തുകൾ.